ഗൂഗിളിന് മരണത്തെ പരിഹരിക്കാൻ സാധിക്കുമോ? വർഷങ്ങൾ എത്രയായി, നൂറ്റാണ്ടുകൾ എത്രയായി മനുഷ്യർ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്, സാധിക്കത്തില്ല. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു ഉത്തരമുണ്ട്. മരണത്തിലൂടെ അമരത്വമല്ല നമ്മൾ ശ്രമിക്കുന്നത്, നിത്യജീവനിലേക്കുള്ള പ്രയാണമാണ്. ആ ബോധ്യത്തിലാണ് കല്ലറയ്ക്കൽ. ഞാനതുകൊണ്ട് എപ്പോഴും പറയും, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പോകാൻ ഏറ്റവും മടിയുള്ള സ്ഥലം ഇവിടെ. 12-ാമത്തെ വയസ്സിൽ യേശുവിനെ കാണാതായപ്പം അമ്മയപ്പന്മാർ ആദ്യം ഓടിപ്പോയത് അങ്ങോട്ടാ. ഇപ്പൊ ചങ്കത്ത് കൈവച്ചിട്ട് പറയാം, നിങ്ങളുടെ പിള്ളേരെ കാണാതെ പോയാ നിങ്ങൾ ഒരിക്കലും വന്ന് അന്വേഷിക്കാത്ത സ്ഥലം ഇവിടെ. അവൻ തെറ്റിപ്പോയിട്ട് പോലും അങ്ങോട്ട് പോകുമെന്ന് പേടിക്കണ്ട. പക്ഷെ ജീവനോട്ടിരിക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ വരേണ്ട സ്ഥലം പള്ളിയാ. എന്തുകൊണ്ടാ? കാരണം ലോകത്ത് എന്തെല്ലാം നേടിയെടുത്താലും അവസാനം നമ്മൾ കിടക്കുന്ന സ്ഥലം ഇവിടാ, പള്ളിയാ. അവിടെ പോയി ഒരു ധ്യാനം നയിക്കണം. എന്റെ ജീവിതത്തിന്റെ പരമാധികാരം ദൈവത്തിനായിരിക്കേ. പണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയായിരുന്നു? അതിനുള്ളത് മാത്രമേ നമ്മൾ മേടിക്കും. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല, ഇതെനിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ മേടിക്കാന്ന് ഓർത്ത് നമ്മളങ്ങ് ഉന്തുക. ഉന്തി 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 അവസാനം എവിടെ ചെന്ന് പറ്റും? എവിടെ ചെന്നു? നമ്മുടെ ചോയ്സിനെ പോലും നിയന്ത്രിക്കുന്നത് പരസ്യങ്ങളാണോ? ആണോ? നമ്മളൊരു ഗോതമ്പ് പൊടിയെന്ന് ഇപ്പൊ പള്ളിയിലെ ശുശ്രൂഷക്കാരൻ കുർബാനയപ്പം അടിച്ചു കാച്ചാനുള്ള പൊടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ആശീർവാദിന്റെ ഗോതമ്പ് പൊടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ ഒരു പ്രസംഗത്തിന് പോയപ്പോൾ എന്റെ വണ്ടി ഒരു മുമ്പിൽ ഒരു ലോറി പോയി. പാട്ടും പാടി പുട്ടുണ്ടാക്കാം, പൊൻകതിർ പുട്ടും പൊടി. പുട്ടുണ്ടാക്കാൻ പാട്ട് പാടണോ? പക്ഷെ ഇപ്പോഴത്തെ പരസ്യത. അപ്പൊ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ചോദിക്കും, ചേട്ടാ പൊൻകതിർ ഇല്ലയോ? പല്ല് തേക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ കോൾഗേറ്റ് വരും. വരുമോ? കക്കൂസ് കഴുകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ സിനിമാ നടനും ഹാർപ്പിക്കും നമ്മുടെ മുമ്പിൽ. നമ്മുടെ ബുദ്ധി യുക്തി ഉപയോഗിക്കുന്ന. അതുകൊണ്ടാണ് പണ്ട് 2 LIC-ക്കാർ ഒറ്റ ദിവസം ഒരേ സമയം ഒരു വീട്ടിൽ വന്നു. അമ്മാമ്മ 2 പേരോടും പറഞ്ഞു ഇരിക്കാൻ. ഒന്നാമത്തെ LIC-ക്കാരൻ പറഞ്ഞു, അമ്മാമേ എന്റെ കയ്യിൽ നല്ലൊരു പോളിസി ഉണ്ട്. അച്ചായം തട്ടിപ്പോയാ 30-ാമത്തെ ദിവസം അമ്മാമ്മയുടെ കയ്യിലോട്ട് മുഴുവൻ പൈസയും. ഈ അമ്മാമ്മയ്ക്ക് സന്തോഷമായി. 40 അങ്ങനെയാണ് ഗംഭീരമായിട്ട് നടത്താം. ഇത് കേട്ട 2-ാമത്തെ LIC-ക്കാരന് ദേഷ്യം വന്നു. പറഞ്ഞു, അമ്മാമ്മ ഇതിനേക്കാൾ നല്ലൊരു പോളിസി എന്റെ കയ്യിലുണ്ട്. ഉദാഹരണ സഹിതം ഞാൻ പറയാം. അമ്മാമ്മയുടെ അച്ചായൻ 50 നിലയുള്ള കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീഴുകയെന്ന് വിചാരിച്ചോ? 25-ാമത്തെ നിലയുടെ അവിടെ എത്തുമ്പോഴത്തേക്കിനും അമ്മാമ്മയുടെ കൈ പൈസ കൊണ്ടുവന്ന് ഞാൻ തന്നേക്കും. അമ്മാമ്മ ഏത് തെരഞ്ഞെടുത്തു? 2-ാമത്തെ. അച്ചായന്മാർ സൂക്ഷിച്ചോ, ഇപ്പോഴേ LIC എടുക്കാനിരിക്കുക. പരസ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നിടത്ത്, നമ്മുടെ ജീവിതത്തിന്റെ പരമാധികാരം നമുക്കാണോ എന്ന് സംശയിക്കുന്നിടത്ത്, ഈ പള്ളിക്കുള്ളിൽ ധ്യാനത്തിലേക്ക് നമുക്ക് പറയാൻ സാധിക്കണം, അവൻ എന്നോട് കൽപ്പിച്ചത് ഞാൻ അനുസരിക്കണമെങ്കിൽ അതിനൊരു കാരണം. എന്റെ കയ്യിലല്ല എന്റെ അധികാരം, എന്റെ ജീവന്റെ അധികാരം, ജീവിതത്തിന്റെ അധികാരം.